സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5000-ലധികം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും ഒക്കെ മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ മഴയെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് സംസ്ഥാനത്ത് ആശ്വാസകരമാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എബി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എബി, 8 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോൾ ഒടുവിൽ കണക്കുകൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? സംസ്ഥാനം എത്രത്തോളം ജാഗ്രതയിലാണ്? എബി, കേൾക്കാമെങ്കിൽ 8 പേരുടെ മരണമാണ് ഇപ്പോൾ മഴക്കെടുതിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനം എത്രത്തോളം ജാഗ്രതയിലാണ്? ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്, അതൊരു ആശ്വാസമാണ്. തീർച്ചയായും ഇന്ന് മഴയ്ക്ക് ഇന്നലത്തെ അപേക്ഷിച്ച് കുറവുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ജില്ലയിൽ മാത്രമാണ് നിലവിൽ ഈ 3 മണിക്കൂർ ഇടവിട്ടുള്ള മുന്നറിയിപ്പുകളിൽ നമുക്ക് ഓറഞ്ച് അലർട്ട് കാണാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി നമ്മൾ ഇന്നത്തെ ദിവസം ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ 12 ജില്ലകളോളം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഓരോ 3 മണിക്കൂറിലും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് വന്ന അറിയിപ്പിൽ നിരവധിയായിട്ടുള്ള മറ്റു ജില്ലകളിലും ഇങ്ങനെ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് മാറിയിരിക്കുകയാണ്. അത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ചില സ്ഥിരീകരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവം അല്ലെങ്കിൽ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 13 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 209 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 5792 പേർ ആ ക്യാമ്പുകളിലായി ഇപ്പോൾ താമസിക്കുന്നുണ്ട്. 27 വീടുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. 196 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അത്രമാത്രം വലിയ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ കടന്നു പോന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാളുടെ മൃതദേഹം ഇന്ന് ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ അവിടെയും ചില പ്രതിഷേധങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത് മതിയായ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഈ ഒരു പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. കടലിലേക്ക് ഇറക്കി ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ചെറിയ ബോട്ടുകൾ മാത്രം, വള്ളങ്ങളും ചെറിയ ബോട്ടുകളും മാത്രമാണ് പരിശോധനയ്ക്കായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിൽ ഒട്ടും തന്നെ പര്യാപ്തമല്ല എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് മതിയായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നത് ആവശ്യം പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തും ഒരാളെ കാണാതായിരുന്നു. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സംവിധാനങ്ങൾക്ക് തന്നെയും ഏതാണ്ട് മഴ കുറഞ്ഞതോടുകൂടി തന്നെ ഏതാണ്ട് വലിയ ആശ്വാസത്തിൽ തന്നെയാണ് നിലവിലുള്ളത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകമായ. തീർച്ചയായും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് ഇന്ന് നേരിയൊരു ശമനമുണ്ട്. അതൊരു തരത്തിൽ ആശ്വാസമാണ്. അതേസമയം കാണാതായവർക്ക് വേണ്ടി മുതലപ്പുഴയും ഒപ്പം വിഴിഞ്ഞത്തും ഉൾപ്പെടെ ഓരോരുത്തരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായി 8 മരണം സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതിരൂക്ഷമായ മഴയിലും കെടുതിയിലും 8 മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എബിയാണ് വിവരം നൽകിയത്.